ഹലോ സുഹൃത്തുക്കളെ, ടെക്ടാങ്കിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ലൈറ്റ് റൂം എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നോർമൽ ഫോട്ടോനെ നമ്മൾ ഇങ്ങനെയാണ് ഒരു മൂഡി ക്ലൈമറ്റ് എഡിറ്റ് കൊടുത്ത് അടിപൊളിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെടുത്ത ആ ഒരു ഫോട്ടോ നമ്മൾ ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ നമ്മൾ ആദ്യം ഒന്ന് ഒരു പൊടിക്ക് കുറയ്ക്കണം. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി അതിന് താഴെ നമുക്ക് വരുന്ന ഹൈലൈറ്റ്സ് നമ്മൾ ഫുള്ളായിട്ട് കുറയ്ക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു നമ്മുടെ സ്കൈ കറക്റ്റായിട്ട് കിട്ടാനാണ് നമ്മുടെ ഹൈലൈറ്റ്സ് കുറച്ചിടുന്നത്. അതുപോലെ തന്നെ ഷാഡോസ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു. നമ്മുടെ വൈറ്റ്സ് ഒന്ന് ഒരു +28 കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് നമ്മളൊന്ന് ഒരു -18 കൊടുത്തു. അതിനുശേഷം നമുക്ക് വരുന്നത് കേർവ് സെക്ഷനാണ്. കേർവ് സെക്ഷനിൽ നമ്മുടെ ആദ്യത്തെ ബേസ് കർവിലോട്ട് പോയിട്ട് നമ്മൾ ഒരു സ്ലൈറ്റ് എസ് കർവാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു മൂടി ആ ഒരു ഫെയ്ഡ് എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിലെ ആ ഒരു ഡോട്ട് നമ്മളൊന്ന് മുകളിലോട്ട് നൈസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു മൂഡി എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഫെയ്ഡ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ റെഡ് കേർവ് എടുത്തിട്ട് നമ്മുടെ റെഡ് കേർവിൻ്റെ കറക്റ്റ് നടുവിൽ പിടിച്ചിട്ട് നമ്മൾ ഒരു പൊടി താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രീനിഷ് നമ്മുടെ ആ ഒരു ടിൻറ്റ് കിട്ടും. അതിനുശേഷം നമ്മളവിടെ ഗ്രീൻ സെക്ഷനിലോട്ട് പോയിട്ട് അതൊന്ന് ഒരു പൊടിക്ക് നമ്മൾ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയലറ്റ് ടിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അതും അവിടെ കൊടുക്കണം. പിന്നെ ബ്ലൂവിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പൊടി മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു വയലറ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ടിൻറ്റ് അധികം ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആ കേർവ് നമ്മളൊന്ന് അവിടെ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ കളർ സെക്ഷനാണ്. നമ്മുടെ കളർ പാനിൽ പോയിട്ട് നമ്മൾ ആ ടെമ്പറേച്ചർ നമ്മളൊന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമായിട്ട് നമ്മുടെ ഇമേജ് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇപ്പോൾ തന്നെ ബിഫോർ ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിൻറ്റിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, വൈബ്രൻസ് നമ്മളൊന്ന് കൂട്ടി കൊടുത്തു. അതുപോലെ തന്നെ സാച്ചുറേഷനിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ കളർ മിക്സ് പാനലാണ്. അവിടെ പോയിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഷർട്ടിൻ്റെ സ്കിൻ ടോൺ നന്നാക്കാനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ലൂമിനൻസ് ഒന്ന് കുറച്ചിടാണ്. പിന്നെ നമുക്ക് യെല്ലോ പോയി നമ്മൾ ആ യെല്ലോന് ഒരു ഓറഞ്ച് ടിൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ലൂമിനൻസ് കുറച്ചു, സാച്ചുറേഷനും ഒന്ന് കുറച്ചു. അതുപോലെ തന്നെ ഗ്രീനിലോട്ട് പോയാലും നമ്മൾ നമ്മുടെ ലൂമിനൻസും സാച്ചുറേഷനും നമ്മളൊന്ന് കുറച്ചു. പിന്നെ ഹ്യൂ നമ്മൾ നൈസായിട്ട് ആ യെല്ലോ ടിൻറ്റിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ടീൽ കളറാണ്. നമുക്കപ്പോൾ ആ സ്കൈ ആ ഒരു ടീൽ കളർ കിട്ടാനായിട്ട് നമ്മുടെ ഹ്യൂവും അതുപോലെ തന്നെ ഹ്യൂ നമ്മളൊരു -26 ഇടുന്നത് ബ്ലൂ കളറിൻ്റെ. അതുപോലെ തന്നെ സാച്ചുറേഷൻ നമ്മളൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ലൂമിനൻസ് നമ്മളൊരു -17 ഇടുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പേർപ്പിളും അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് അല്ലെങ്കിൽ ആ ഒരു മജന്ത കളറാണ്. നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാനായിട്ടില്ല, നമ്മൾ ഡണ്ണ് കൊടുത്തു. അതിനുശേഷം നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ എഫക്ട്സ് ടാബാണ്. ഇഫക്ട്സ് ടാബിൽ നമ്മൾ പോയിട്ട് നമുക്ക് ടെക്സ്ചറും അതുപോലെ തന്നെ ക്ലാരിറ്റിയും കുറച്ച് കൂട്ടി കൊടുക്കണം. പിന്നെ നമുക്ക് വരുന്നത് വിഗ്നെറ്റാണ്. വിഗ്നെറ്റ് നമ്മൾ കുറച്ച് ഒരു -20 കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ മിഡ് പോയിൻറ്റും ഫെദറിങ്ങും നമ്മൾ കൂട്ടി കൊടുത്തു. അതിന് മുകളിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ടോൺ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. നമ്മളപ്പോൾ ആ സ്പ്ലിറ്റ് ടോണിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ സെക്ഷൻ നമ്മളൊന്ന് മെല്ലെ കൊണ്ടുവന്ന് ആ ഒരു ഗ്രീൻ ആ ഒരു സയൻ അതുപോലെ തന്നെ ആ ബ്ലൂവിൻ്റെ നടുക്കായിട്ട് നമ്മളൊന്ന് കൊടുക്കുകയാണ്. പിന്നെ അപ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളപ്പോൾ അതിൽ സാച്ചുറേഷൻ നമ്മളൊരു 11 അതുപോലെ തന്നെ ഹ്യൂ നമ്മളൊരു 207 എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഷാഡോസിൽ നമ്മൾ ആ ഷാഡോസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഗ്രീൻ ടിൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു യെല്ലോ ഗ്രീൻ ആ ഒരു പോയിന്റിലായിട്ടാണ് നമ്മളിടുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഷാർപ്നെസ് ആണ്. നമുക്ക് ഷാർപ്നെസ് ഒരു 10 അല്ലെങ്കിൽ 11, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന 11ലാണ്. നിങ്ങൾക്ക് ഷാർപ്നെസ് അധികം കൂട്ടേണ്ട ഒരു ആവശ്യം വരില്ല, കാരണം നമ്മൾ ടെക്സ്ചറും അതുപോലെ തന്നെ ക്ലാരിറ്റി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒപ്റ്റിക്സ് ആണ്. അവിടെ നമ്മൾ നമ്മുടെ റിമൂവ് ക്രോമാറ്റിക് അബറേഷൻ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഡിസ്റ്റോർഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുമ്പുണ്ടായിരുന്ന പിക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ജസ്റ്റ് ഫോണിലെടുത്ത പിക്ക്. പക്ഷെ നമ്മൾ ആഫ്റ്റർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോപ്പ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഡിസ്റ്റോർഷനാണ്. നമ്മൾ ഡിസ്റ്റോർഷൻ -0 ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് കളർ എഡിറ്റ്സ് മാത്രമേ ഇതിൽ കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഡിസ്റ്റോർഷൻ ഒന്നൊരു -ലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ഫിഷ് അതുപോലെ തന്നെ ആ സബ്ജക്റ്റിന് കുറച്ചും കൂടി ഡീറ്റെയിലും കിട്ടാനാണ് നമ്മുടെ ഡിസ്റ്റോർഷൻ ഒന്ന് -26 ഇട്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂഡി ഇത് കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന്
നമ്മുടെ കേർവ് സെക്ഷനിലോട്ട് പോയിട്ട് നമ്മുടെ ബേസ് കർവ് എടുത്ത് ഈ ഒരു ബോട്ടം ലെഫ്റ്റിലെ ആ ഒരു ഡോട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മുകളിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മൂടി ആ ഒരു എഫക്റ്റ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോണിലെടുത്തൊരു നോർമൽ പിക്ക് നമ്മളിപ്പോൾ ലൈറ്റ് വഴി നല്ല കിടുക്കാച്ചായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പോകാൻ വരട്ടെ, നമുക്ക് ഈ ഒരു പ്രിസെറ്റ് നമ്മുടെ ബാക്കിയുള്ള ഫോട്ടോസിലും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡേ ടൈമിൽ എടുത്ത വേറൊരു ഫോട്ടോ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രിസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മൂടി പിക്ചർ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, നമ്മൾ വീണ്ടും വേറൊരു ഇമേജിലോട്ട് നമ്മൾ പോവാണ്. ഇപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു പിക്ചറിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രിസെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളതൊരു പ്രത്യേക നമ്മളൊരു സ്പെസിഫിക് ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്കതിപ്പോൾ എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് മാച്ച് ആവണമെന്നില്ല. അപ്പം നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കണ്ട ഫോട്ടോസ് കണ്ടില്ല, ഇതുപോലത്തെ ഫോട്ടോസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിസെറ്റ് കറക്റ്റായിട്ട് വർക്കാവും. അത് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മളിവിടെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ സ്കിൻ ടോണിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടിൻറ്റ് കയറി വരാൻ വെച്ചാൽ നമ്മൾ കളർ മിക്സിലോട്ട് പോയിട്ട് നമുക്ക് എവിടെയാണ് ഏത് കളറിനാണ് അവിടെ പ്രശ്നം വന്നിരിക്കുന്നത് നോക്കിയിട്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.